കൊച്ചു ത്രേസ്യ പുണ്യവതി നിന്നിൽ റോസാ പുഷ്പം പോലെ ഹൃദയം. കൊച്ചു ത്രേസ്യ പുണ്യവതി നിന്നിൽ റോസാ പുഷ്പം പോലെ ഹൃദയം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പുഷ്പവർഷത്തിൻ്റെ 90 ദിനങ്ങൾ. ലിസിയോയിലെ വിശ ചെറുപുഷ്പത്തോടൊപ്പം നമ്മൾ നടത്തുന്ന ആത്മീയ തീർത്ഥയാത്രയുടെ 45-ാമത്തെ ദിവസമാണ്. ഇന്ന് നമ്മൾ കാണുക പ്രത്യാശയെക്കുറിച്ചുള്ള വിശ കൊത്രേസ്യയുടെ കാഴ്ചപ്പാടുകളെക്കുറിച്ചാണ്. അവളുടെ പ്രത്യാശ അല്ലെങ്കിൽ ഹോപ്പ്, ഈ കാഴ്ചപ്പാടുകളിലേക്ക് നമ്മൾ നോക്കുമ്പോൾ പുണ്യവതിയെ സ്വാധീനിച്ചിട്ടുള്ളവരിലേക്ക് നമുക്കൊന്ന് ശ്രദ്ധ കൊടുക്കാം. ഒന്നാമതായിട്ട് വിശ ഫ്രാൻസിസ് സെയിൽസ് ദൈവപരിപാലനയിലുള്ള അടിയുറച്ച വിശ്വാസത്തെയും പ്രത്യാശയും കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ ടീച്ചിങ്സ് വിശ കൊത്രേസ്യയുടെ ആത്മീയതയെ കാര്യമായി സ്വാധീനിക്കുന്നതായിട്ട് നമുക്ക് കണ്ടെത്താൻ സാധിക്കും. രണ്ടാമതായിട്ട് ആവിലായിലെ വിശുദ്ധ തെരേസ. അമ്മ ത്രേസ്യയുടെ രചനകൾ ആത്മീയ യാത്രയുടെ ഒരു സുപ്രധാന വശമെന്ന നിലയിൽ പ്രത്യാശയെ ഊന്നിപ്പറയുകയും ദൈവത്തിലുള്ള ആഴത്തിലുള്ള ആശ്രയത്വത്തെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അത് പുണ്യവതിയെ ഏറെ സ്വാധീനിച്ചിട്ടുമുണ്ട്. മൂന്നാമതായിട്ട് വിശുദ്ധ പൗലോസ്ലീഹായാണ്. അദ്ദേഹം റോമാക്കാർക്ക് എഴുതിയ ലേഖനം 15-ാം അധ്യായം 13-ാം വാക്യം, പ്രത്യാശയുടെ ദൈവം നിങ്ങളുടെ വിശ്വാസത്താൽ സകല സന്തോഷവും സമാധാനവും കൊണ്ട് നിങ്ങളെ നിറയ്ക്കട്ടെ. അങ്ങനെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ നിങ്ങൾ പ്രത്യാശയിൽ സമൃദ്ധി പ്രാപിക്കുകയും ചെയ്യട്ടെ. കൊത്രേസ്യ ചങ്കോട് ചേർത്ത പ്രത്യാശയുടെ സാരാംശം പൗലോസ്ലീഹായുടെ ഈ വാക്യത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. വീണ്ടും ജെറമ്യ പ്രവാചകനിലേക്കാണ് നമ്മൾ നോക്കുക. ജെറമ്യ പ്രവാചകന്റെ പുസ്തകം 29-ാമത്തെ അധ്യായം 11-ാം വാക്യം, കർത്താവ് അരുളി ചെയ്യുന്നു, നിങ്ങളെക്കുറിച്ചുള്ള പദ്ധതി എൻ്റെ മനസ്സിലുണ്ട്, നിങ്ങളുടെ നാശത്തിനല്ല ക്ഷേമത്തിനുള്ള പദ്ധതിയാണിത്, നിങ്ങൾക്ക് ശുഭമായ ഭാവിയും പ്രത്യാശയും നൽകുന്ന പദ്ധതി. മാനവരാശിക്ക് വേണ്ടിയുള്ള ദൈവത്തിൻ്റെ സ്നേഹനിർഭരമായ പദ്ധതിയിലുള്ള അവളുടെ വിശ്വാസത്തെ പ്രവാചകന്റെ ഈ വചനങ്ങൾ പ്രതിഫലിപ്പിക്കുന്നുണ്ട്. സ്നേഹമുള്ളവരെ, കൊത്രേസ്യയുടെ പ്രത്യാശയെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ അതിനെ 5 തലങ്ങളിലാക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. ഒന്നാമതായിട്ട് ഹോപ്പ് ആസ് ട്രസ്റ്റ് ഇൻ ഗോഡ്. പ്രത്യാശ എന്ന് പറയുന്നത് ദൈവത്തിലുള്ള അടിയുറച്ച വിശ്വാസമാണ്. രണ്ടാമതായി ദ റോൾ ഓഫ് ഹോപ്പ് ഇൻ സഫറിങ്. സഹനങ്ങളുടെ നിമിഷങ്ങളിൽ പ്രത്യാശയുടെ റോള്. മൂന്നാമതായിട്ട് ഹോപ്പ് ഇൻ ഗോഡ്സ് മേഴ്സി. ദൈവത്തിൻ്റെ കരുണയിലുള്ള പ്രത്യാശ. നാലാമതായിട്ട് എ ചൈൽഡ് ലൈക്ക് ഹോപ്പ്. ശിശുസഹജമായ പ്രത്യാശ. അഞ്ചാമതായിട്ട് ഹോപ്പ് ആസ് എ സോഴ്സ് ഓഫ് ജോയ്. ആനന്ദത്തിൻ്റെ ഉറവിടമായിട്ട് നിലകൊള്ളുന്ന പ്രത്യാശ. സ്നേഹമുള്ളവരെ, ഈ 5 തലങ്ങളിലേക്കും നമുക്കൊന്ന് ആഴത്തിൽ ഒന്ന് നോക്കാം. ഒന്നാമതായിട്ട് ഹോപ്പ് ആസ് ട്രസ്റ്റ് ഇൻ ഗോഡ്. ദൈവത്തിലുള്ള അടിയുറച്ച വിശ്വാസമാണ് പ്രത്യാശ എന്ന് പറയുക. ദുഷ്കരമായ സമയങ്ങളിൽ പോലും ദൈവത്തിൻ്റെ നന്മയിലും വിശ്വസ്തയിലും ആഴമായ ആശ്രയം പ്രത്യാശയിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് പുണ്യവതി ഊന്നി പറയുന്നുണ്ട്. അവളുടെ ആത്മകഥയിൽ അവളിങ്ങനെ കുറിക്കുന്നു, ദൈവത്തിൻ്റെ സ്നേഹം എപ്പോഴും എനിക്കുണ്ടാവുമെന്ന് വിശ്വസിക്കുക എന്നതാണ് പ്രത്യാശ. അപ്പോൾ പ്രത്യാശയ്ക്ക് അവൾ കൊടുക്കുന്ന നിർവചനമാണ് ദൈവത്തിൻ്റെ സ്നേഹം എപ്പോഴും, ഓൾവേസ്, അത് എന്നോട് കൂടെയുണ്ടെന്നുള്ള അവളുടെ ഉറപ്പ്. അവളുടെ അന്തിമ വചസ്സുകൾ ഇങ്ങനെ പറയുന്നു, സാഹചര്യങ്ങൾ എന്തായാലും ദൈവത്തിൽ അടിയുറച്ച് വിശ്വസിക്കുന്നതിൽ ഞാൻ സമാധാനം കണ്ടെത്തുന്നു. അന്തിമ രംഗങ്ങൾ എന്നൊക്കെ പറയും, ഏറെ സഹനത്തിലൂടെ പുണ്യവതി കടന്നു പോകുന്ന സമയമാണ്. അവൾ പറയുകയാണ്, എൻ്റെ സാഹചര്യങ്ങൾ എന്തൊക്കെയാണെങ്കിലും ദൈവത്തിൽ അടിയുറച്ച് വിശ്വസിക്കുന്നതിൽ ഞാൻ സമാധാനം കണ്ടെത്തുന്നു. ഹോപ്പിൻ്റെ രണ്ടാമത്തെ തലം എന്ന് പറയുക ദ റോൾ ഓഫ് ഹോപ്പ് ഇൻ സഫറിങ്. കഷ്ടപ്പാടുകളിൽ പ്രതീക്ഷയെ ശക്തിയുടെ ഉറവിടമായി അവൾ വീക്ഷിച്ചു. വെല്ലുവിളികളെ സന്തോഷത്തോടെ സഹിക്കാൻ ഇത് എല്ലാവരെയും പ്രാപ്തരാക്കുന്നുണ്ട്. അവളുടെ ആത്മകഥയിൽ അവളിങ്ങനെ കുറിക്കുന്നു, കഷ്ടതയുടെ കൊടുങ്കാറ്റിൽ പ്രതീക്ഷയാണ് എൻ്റെ നങ്കൂരം. അപ്പോൾ ഈ സഹനങ്ങളിൽ ഇങ്ങനെ ആടി ഉലയുമ്പോൾ എന്നെ പിടിച്ചു നിർത്തുന്ന എൻ്റെ പ്രതീക്ഷയാണ്, അതാണ് എൻ്റെ നങ്കൂരം,
ഈ പ്രതീക്ഷ നിലനിൽക്കുമ്പോൾ എന്നെ തകർക്കുവാനായിട്ട് സാധിക്കില്ല എന്നാണ് പുണ്യവതി പറഞ്ഞു വയ്ക്കുക. അവളുടെ സഹോദരി സെലിന എഴുതിയ ഒരു എഴുത്തിൽ ഇങ്ങനെ പറയുന്നു, എൻ്റെ പരീക്ഷണങ്ങളിൽ ഞാൻ പ്രതീക്ഷയിൽ മുറുകെ പിടിക്കുന്നു, കാരണം അതെനിക്ക് സന്തോഷം നൽകുകയാണ്. അപ്പോൾ പരീക്ഷണങ്ങൾ കടന്നു പോകുമ്പോൾ അവർക്ക് ഉറച്ച പ്രത്യാശയാണുള്ളത്. എന്നിട്ട് പറയുകയാണ്, അതിലാണ് ഞാൻ സമാധാനം അല്ലെങ്കിൽ എൻ്റെ സന്തോഷം പിടിച്ചു നിർത്തുക. ഇനി മൂന്നാമത്തെ തലം എന്ന് പറയുക ഹോപ്പ് ഇൻ ഗോഡ്സ് മേഴ്സി, ദൈവത്തിൻ്റെ കരുണയിലുള്ള പ്രത്യാശ. നമ്മൾ ഒരിക്കലും ഉപേക്ഷിക്കപ്പെടുന്നില്ലെന്ന് ഉറപ്പ് നൽകിക്കൊണ്ട് ദൈവത്തിൻ്റെ കരുണയിലും സ്നേഹത്തിലും വേരൂന്നിയതിലാണ് പ്രത്യാശ എന്ന് വിശുദ്ധ കൊച്ചുത്രേസ്യ വിശ്വസിച്ചിരുന്നു. അവളുടെ ആത്മകഥയിൽ ഇങ്ങനെ കുറിക്കുന്നു, ദൈവത്തിൻ്റെ കരുണയിൽ ഞാൻ എൻ്റെ എല്ലാ പ്രതീക്ഷകളും അർപ്പിക്കുന്നു, കാരണം അതിന് അതിരുകളില്ല. അപ്പോൾ ദൈവത്തിൻ്റെ കരുണയിലേക്ക് അവൾ പരിപൂർണമായിട്ട് വിട്ടുകൊടുക്കുകയാണ്. അത് അതിരുകളില്ലാത്തതാണ്, അതിന് ഒരിക്കലും നിർത്തുവാനായിട്ട് സാധിക്കില്ല, അതെപ്പോഴും ഒഴുകിക്കൊണ്ടിരിക്കും. അവളുടെ ഒരു എഴുത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, ദൈവം ക്ഷമിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്നു എന്ന ആത്മവിശ്വാസത്തിലാണ് പ്രത്യാശ വേരൂന്നിരിക്കുക. അപ്പോൾ ദൈവം സ്നേഹിക്കുന്നു, അതുപോലെ തന്നെ നമ്മുടെ കുറവുകളെല്ലാം നമ്മളോട് ക്ഷമിക്കുകയും ചെയ്യുന്നു. രണ്ട് തലങ്ങൾ, ക്ഷമയും സ്നേഹവും, അതിലാണ് അവളുടെ പ്രത്യാശ വേരൂന്നിരിക്കുന്നതാണ് പുണ്യവതി ഓർമ്മപ്പെടുത്തുക. നാലാമതായിട്ട് എ ചൈൽഡ് ലൈക്ക് ഹോപ്പ്, അമിതമായ ഉത്കണ്ഠയോ ആകുലതയോ കൂടാതെ ദൈവത്തിൽ ആശ്രയിക്കുന്ന ലളിതവും ശിശുസമാനവുമായ പ്രത്യാശയിൽ വിശുദ്ധ കൊച്ചുത്രേസ്യ എപ്പോഴും നിലകൊണ്ടിരുന്നു. അവളുടെ ആത്മകഥയിൽ ഇങ്ങനെ കുറിക്കുന്നു, ദൈവത്തിൽ പൂർണ്ണമായി ആശ്രയിക്കുന്ന ശിശു സമാനമായ ഒരു പ്രത്യാശ ഉണ്ടായിരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഇപ്പോൾ ഒരു ശിശു പ്രതീക്ഷിക്കുന്ന പോലെ, പ്രത്യാശിക്കുന്ന പോലെ ഫുൾ ടൈം ദൈവത്തിൽ അടിയുറച്ച് വിശ്വസിക്കുവാൻ, എൻ്റെ ദൈവം അറിയാതൊന്നും സംഭവിക്കില്ല എന്ന ബോധ്യത്തിലേക്ക് പോകാനായിട്ട് അവൾ എപ്പോഴും ആഗ്രഹിച്ചിരുന്നു. അവളുടെ ഒരു എഴുത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, ഒരു ശിശുവിൻ്റെ പ്രതീക്ഷ ശുദ്ധമാണ്. എൻ്റെ വിശ്വാസത്തിൽ ആ നിഷ്കളങ്കത വളർത്തിയെടുക്കുവാനായിട്ട് ഞാൻ ശ്രമിക്കുന്നു. അപ്പോൾ ശുദ്ധമായ പ്രതീക്ഷ, അടിയുറച്ച പ്രതീക്ഷ, ഒരു കുഞ്ഞ് പിതാവിന് നൽകുന്ന, പിതാവിൽ അർപ്പിക്കുന്ന പ്രത്യാശ, അതാണ് പുണ്യവതി അവളുടെ ജീവിതത്തിൽ ചേർത്ത് പിടിച്ചിരുന്നത്. ഇനി അഞ്ചാമത്തെ തലം എന്ന് പറയുക ഹോപ്പ് ആസ് എ സോഴ്സ് ഓഫ് ജോയ്, ആനന്ദത്തിൻ്റെ ഒരു ഉറവിടമാണ് പ്രത്യാശ എന്ന് പറയുക. യഥാർത്ഥ പ്രത്യാശ സന്തോഷം നൽകുമെന്നും ജീവിതത്തിലെ വെല്ലുവിളികളെ ശുദ്ധഹൃദയത്തോടെ നേരിടുവാൻ വിശ്വാസികളെ അനുവദിക്കുമെന്നും വിശുദ്ധ കൊച്ചുത്രേസ്യ പഠിപ്പിക്കുന്നുണ്ട്. അവളുടെ ആത്മകഥയിൽ ഇങ്ങനെ പറയുന്നു, പ്രയാസകരമായ സമയങ്ങളിൽ പോലും പ്രത്യാശ എൻ്റെ ഹൃദയത്തെ സന്തോഷത്താൽ നിറയ്ക്കുന്നു. ഞാൻ ബുദ്ധിമുട്ടേറിയ അനുഭവങ്ങളിലൂടെ കടന്നു പോവുകയാണ്, പക്ഷെ എൻ്റെ ഹൃദയം സന്തോഷത്താൽ നിറഞ്ഞിരിക്കുകയാണ്, കാരണം എനിക്ക് ദൈവത്തിൽ പ്രത്യാശയുണ്ട്. അവളുടെ അന്തിമ വചസ്സുകളിൽ ഇങ്ങനെ പറയുന്നു, പ്രതീക്ഷയുള്ള ഹൃദയത്തിൻ്റെ ഫലമാണ് സന്തോഷം. അപ്പം സന്തോഷത്തെ അവൾ വ്യാഖ്യാനിക്കുക, പ്രതീക്ഷയുള്ള പ്രത്യാശയെ നിറഞ്ഞിരിക്കുന്ന ഹൃദയം, ആ ഹൃദയത്തിന് സന്തോഷം കിട്ടുകയുള്ളൂ എന്നാണ് പുണ്യവതി പറഞ്ഞു വയ്ക്കുക. സ്നേഹമുള്ളവരെ, ഹോപ്പിൻ്റെ 5 തലങ്ങളിലൂടെ കടന്നുപോയ നമുക്ക് ഇതെങ്ങനെയാണ് ആത്മീയതയെയും മനഃശാസ്ത്രത്തെയും സാമൂഹ്യ തലങ്ങളെയൊക്കെ സ്വാധീനിച്ചിട്ടുള്ളതെന്ന് ചെറുതായിട്ട് നമുക്കൊന്ന് പരിശോധിക്കാം. ഒന്നാമതായിട്ട് ആത്മീയ തലം. പ്രത്യാശയെക്കുറിച്ചുള്ള കൊച്ചുത്രേസ്യയുടെ ധാരണ ദൈവവുമായുള്ള വിശ്വാസയോഗ്യമായ ബന്ധത്തെ ഏറെ പ്രോത്സാഹിപ്പിക്കുന്നു. ആത്മീയ പരിശീലനത്തിൽ പ്രതിരോധശേഷിയും സമാധാനവും വളർത്തുന്നതിന് ഇത് ഏറെ ഉപകരിക്കുന്നു. രണ്ടാമതായിട്ട് മനഃശാസ്ത്രപരമായ തലം. മാനസിക ആരോഗ്യത്തിലും കോപ്പിംഗ് തന്ത്രങ്ങളിലും പ്രതീക്ഷയുടെ പ്രാധാന്യം ഊന്നിപ്പറയുന്ന ആധുനിക മനഃശാസ്ത്രപരമായ സമീപനങ്ങളുമായി കൊച്ചുത്രേസ്യയുടെ ഉൾക്കാഴ്ചകൾ പ്രതിധ്വനിച്ചു പോകുന്നുണ്ട്. മൂന്നാമതായിട്ട് സാമൂഹ്യ തലം. കൊച്ചുത്രേസ്യയുടെ പ്രത്യാശയുടെ സന്ദേശം പോസിറ്റിവിറ്റിയുടെയും പ്രോത്സാഹനത്തിൻ്റെയും ഒരു സംസ്കാരത്തെ പ്രോത്സാഹിപ്പിക്കുന്നു. ബുദ്ധിമുട്ടുള്ള സമയങ്ങളിൽ പരസ്പരം പിന്തുണയ്ക്കാൻ ഇത് വ്യക്തികളെ ഏറെ പ്രചോദിപ്പിച്ചിട്ടുണ്ട്. സ്നേഹമുള്ളവരെ, വിശുദ്ധ കൊച്ചുത്രേസ്യയുടെ പ്രത്യാശയുടെ തലങ്ങളാണ് നമ്മൾ കണ്ടത്. ഈ ഒരു അവസരത്തിൽ നമുക്ക് നമ്മോട് തന്നെ ചില ചോദ്യങ്ങളൊക്കെ ചോദിക്കാം. ഒന്നാമതായിട്ട്, എൻ്റെ അനുദിന ജീവിതത്തിൽ എനിക്ക് എങ്ങനെ ആഴത്തിലുള്ള പ്രത്യാശ വളർത്തിയെടുക്കുവാനായിട്ട് സാധിക്കും? രണ്ടാമതായിട്ട്, കഷ്ടപ്പാടുകളെയും വെല്ലുവിളികളെയും ഞാൻ നേരിടുന്ന മേഖലകളിൽ എൻ്റെ പ്രത്യാശ എങ്ങനെയാണ് എന്നെ സ്വാധീനിക്കുക? മൂന്നാമതായിട്ട്,
എൻ്റെ കമ്മ്യൂണിറ്റിയിൽ അല്ലെങ്കിൽ എനിക്ക് മറ്റുള്ളവരുമായിട്ട് എനിക്ക് എങ്ങനെയാണ് പ്രത്യാശയുടെ സന്ദേശം പങ്കിടുവാനായിട്ട് സാധിക്കുക? സ്നേഹമുള്ളവരെ, നമ്മളോട് തന്നെ ചോദിക്കേണ്ട ചോദ്യങ്ങളാണ്. ആഴമേറെ പ്രത്യാശ വളരുവാൻ നമുക്ക് സാധിക്കട്ടെ. നമുക്ക് ഈ നിമിഷം ഒന്ന് ചേർന്ന് പുണ്യവതിയോട് പ്രാർത്ഥിക്കാം. ഇഹലോക ജീവിതത്തിൽ മാലായിക്കടുത്ത പരിശുദ്ധിയുടെയും ആധ്യാത്മിക ശിശുത്വത്തിൻ്റെയും ദൈവതിരുമനസ്സുള്ള പൂർണ്ണമായ കയ്യാൽപ്പിൻ്റെയും ദർപ്പണമായ വിശുദ്ധ കൊച്ചുത്രേസ്യയായ ഞങ്ങളെ നീ ദയോടെ തൃക്കൻ പാർക്കണമേ. ഞങ്ങളുടെ കാര്യങ്ങളെല്ലാം നിന്നെ ഞങ്ങൾ ഫലമേൽപ്പിക്കുന്നു. ഞങ്ങളുടെ അരിഷ്ടതകളെല്ലാം നിൻ്റേതായി നീ സ്വീകരിക്കണമേ. നിൻ്റെ ആയുസ്സിൻ്റെ ആരംഭദശയിൽ തന്നെ സ്വർഗരാജ്ഞിയ അമലോത്ഭവന്യ വാത്സല്യത്തോടെ നിന്നെ കടാക്ഷിക്കുകയും നീ അവിടുത്തെ വത്സല ശിശുവായി തീരുകയും ചെയ്തുവല്ലോ. ആ മാതാവിൻ്റെ ശക്തിയേറിയ മാധ്യസ്ഥം മൂലം ഞങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാ നന്മകളും, പ്രത്യേകിച്ച് ഈ നിമിഷം നമുക്ക് നമ്മുടെ നിയോഗങ്ങളെ സമർപ്പിക്കാം. ഒന്നാമതായിട്ട് നമുക്ക് പുണ്യവതിയോട് പ്രാർത്ഥിക്കാം, പ്രത്യാശയുടെ ആഴങ്ങളിലേക്ക് കടന്നു പോകാൻ നമ്മളെ സഹായിക്കണമേ എന്ന്. ഒപ്പം നമുക്ക് നമ്മുടെ വിവിധങ്ങളായ നിയോഗങ്ങളെ ഈ നിമിഷം ചേർത്ത് വയ്ക്കാം. ഈ അനുഗ്രഹങ്ങളും ഒരു നല്ല മനവും സിദ്ധിക്കുന്നതിന് നിരന്തരം ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ആമേൻ. നമ്മൾ പുണ്യവതിയുടെ തിരുശേഷിപ്പ് കൊണ്ടുള്ള ആശീർവാദത്തിനായിട്ട് ഒരുങ്ങിയാണ്. കണ്ണുകൾ അടച്ച് കരങ്ങൾ ചേർത്ത് പിടിച്ച് നമുക്ക് ശിരസ് നമിക്കാം. നല്ലവനായ കർത്താവേ, നിന്റെ ഇഷ്ടദാസിയായ ലിസിയിലെ ചെറുപുഷ്പത്തെ ഞങ്ങൾ നന്ദിയോടുകൂടി ഓർക്കുകയാണ്. എത്രമാത്രം തീഷ്ണമായ പ്രത്യാശയാണ് പുണ്യവതി നിന്നിൽ അർപ്പിച്ചിരുന്നത്. ജീവിതത്തിൽ സഹനങ്ങളുണ്ടായപ്പോഴും വെല്ലുവിളികളുണ്ടായപ്പോഴൊക്കെ അതിൽ ആനന്ദം കണ്ടെത്തുവാനായിട്ട്, സന്തോഷം നിലനിർത്തുവാനായിട്ട് അവൾക്ക് സാധിച്ചല്ലോ. അത് നിന്നിൽ അവൾ അർപ്പിച്ച പ്രത്യാശയാണ്. ഞങ്ങളെ നീ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ പ്രിയപ്പെട്ട ലിസിയിലെ കൊച്ചുറാണി ജീവിതത്തിൽ ക്ലേശങ്ങളുണ്ടാകുമ്പോൾ, പ്രതിസന്ധികളുണ്ടാകുമ്പോൾ, ടെൻഷൻ ഉണ്ടാകുമ്പോൾ ദൈവത്തിൽ അടിയുറച്ച് വിശ്വസിക്കുവാനായിട്ട്, എൻ്റെ ദൈവം എപ്പോഴും എൻ്റെ കൂടെയുണ്ടെന്നുള്ള നീ പുലർത്തിയ ചിന്തയെ വളരുവാനായിട്ട് ഞങ്ങളെല്ലാവരെയും പ്രത്യേകമായിട്ട് സഹായിക്കണമേ. എപ്പോഴും പ്രതീക്ഷയുടെ കിരണങ്ങൾ ജീവിതത്തിൽ പുലർത്തുവാനായിട്ട് നീ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ, മധ്യസ്ഥം വഹിക്കണമേ. നമ്മുടെ കർത്താവ് മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും വിശുദ്ധ കൊച്ചുത്രേസ്യയുടെ പുഷ്പവർഷവും നിങ്ങളെല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സ്വർഗ്ഗത്തിലെ ഈശോദൻ